നമസ്കാരം. പെഗാസസ് ഫോൺ ചോർത്തലിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് വന്നിരിക്കുന്നു. പരിശോധിക്കാം മിഡ് ന്യൂസിൽ ഈ നിമിഷത്തെ പ്രധാന വാർത്തകൾ. പെഗാസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്രത്തെ പൂട്ടി സുപ്രീം കോടതി. അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയും മേൽനോട്ട സമിതിയും. ജസ്റ്റിസ് ആർ.വി. രവീന്ദ്രൻ സമിതി അധ്യക്ഷൻ. അന്വേഷണം ദേശസുരക്ഷയെ ബാധിക്കുമെന്ന കേന്ദ്രവാദം തള്ളി. വിധി ജോൺ ബ്രിട്ടാസ് എം.പി. അടക്കം നൽകിയ ഹർജികളിൽ. സുപ്രീം കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമെന്ന് ജോൺ ബ്രിട്ടാസ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് ആശ്വാസം. ജലനിരപ്പ് 137 അടിയിൽ താഴെ നിർത്തണമെന്ന് സുപ്രീം കോടതി മേൽനോട്ട സമിതി. നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. 31 വരെ വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കലിന് അക്കാദമിക് മാർഗരേഖ മുന്നോട്ട് വെക്കുന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള നിർദ്ദേശങ്ങൾ. കേന്ദ്രത്തിന്റെ ഇന്ധനക്കൊള്ള തുടരുന്നു. വില ഇന്നും കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110 കടന്നു. സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറന്നു. ആദ്യ പ്രദർശനം ജെയിംസ് ബോണ്ട് ചിത്രം നോ ടൈം ടു ഡൈ. മലയാള സിനിമ റിലീസിൽ തീരുമാനമെടുക്കാൻ ഫിലിം ചേംബർ യോഗം ഇന്ന്. T20 ലോകകപ്പിൽ പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും ജയം. ഇംഗ്ലണ്ട് ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പെഗാസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി. ഫോൺ ചോർത്തൽ അന്വേഷിക്കാൻ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ആർ.വി. രവീന്ദ്രൻ അധ്യക്ഷനായ 6 അംഗ സമിതി 3 അംഗ മേൽനോട്ട സമിതിയും 3 അംഗ വിദഗ്ധ സമിതിയെയുമാണ് നിയോഗിച്ചത്. കേസിൽ കേന്ദ്ര സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്ര സർക്കാർ സമിതി രൂപീകരിക്കാമെന്ന ആവശ്യം കോടതി തള്ളി. ദേശസുരക്ഷയുടെ പേരിൽ കേന്ദ്രത്തിന് ഒളിച്ചുകളി നടത്താനാവില്ലെന്ന് കോടതി. വിഷയത്തിൽ കേന്ദ്രത്തിന് വ്യക്തമായ അഭിപ്രായമില്ലെന്നും കോടതി. 8 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, നിർണായകമായുള്ള വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത പ്രഹരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇത്തരത്തിൽ വിദഗ്ധ സമിതിയെ കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ്. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണം? അക്ഷയ, കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ പെഗാസസിൽ കേന്ദ്ര സർക്കാർ വലിയ തലത്തിലൊരു ഒളിച്ചുകളി നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ഇപ്പോൾ ഒരു വിദഗ്ധ സമിതിക്കും അതോടൊപ്പം തന്നെ സാങ്കേതിക സമിതിക്കും രൂപം നൽകി കഴിഞ്ഞു. ഈ വിദഗ്ധ സമിതി രൂപീകരിച്ചിരിക്കുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ആർ.വി. രവീന്ദ്രന്റെ അധ്യക്ഷതയിലാണ്. ഈ വിദഗ്ധ സമിതിയിൽ മറ്റ് 2 അംഗങ്ങൾ കൂടിയുണ്ട്. റോ മുൻ മേധാവി അലോക് ജോഷി, അതോടൊപ്പം തന്നെ സന്ദീപ് ഒബ്രോയ് എന്നിവരാണ് വിദഗ്ധ സമിതി അംഗങ്ങൾ. ഈ വിദഗ്ധ സമിതിയെ സഹായിക്കുന്നതിന് വേണ്ടി സാങ്കേതിക സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകിയിട്ടുണ്ട്. സാങ്കേതിക സമിതിയിൽ അമൃത വിശ്വ വിദ്യാപീഠത്തിലെ പ്രൊഫസർ ഡോക്ടർ പി പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവരാണ് സാങ്കേതിക സമിതി അംഗങ്ങൾ. ഇതും 3 അംഗ സമിതി തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമിതികൾ കൃത്യമായി തന്നെ 7 വിഷയങ്ങൾ പരിശോധിക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. 7 വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പെഗാസസ് സോഫ്റ്റ്വെയർ ഫോണിലോ മറ്റ് ഉപകരണങ്ങളിലോ ഉപയോഗിച്ചിട്ടുണ്ടോ, ഫോൺ ചോർത്തലിന് ഇരയായ ആളുകൾ ആരൊക്കെ, പെഗാസസ് ഉപയോഗിച്ചുള്ള 2019 വാട്സ്ആപ്പ് ഹാക്കിങ്ങിന് ശേഷം കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു, കേരള സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാർ ഏജൻസികളോ പൗരന്മാർക്കെതിരെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും സർക്കാർ ഏജൻസി പൗരന്മാർക്കെതിരെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെഗാസസ് ഉപയോഗിച്ചത്, ഏതെങ്കിലും സ്വകാര്യ വ്യക്തി ഇന്ത്യൻ പൗരന്മാർക്കെതിരെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് ആ വ്യക്തിയെ ചുമതലപ്പെടുത്തിയത് ആരാണ് എന്നതടക്കമുള്ള വിഷയങ്ങൾ
വിദഗ്ധ സമിതി പരിശോധിക്കും. ഇതിനു പുറമെ സമിതിക്ക് ശരിയെന്ന് തോന്നുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും പരിഗണനാ വിഷയമായി ഉൾപ്പെടുത്താം. ഇത്തരം 7 വിഷയങ്ങളായിരിക്കും വിദഗ്ധ സമിതി പരിശോധിക്കുക. വിദഗ്ധ സമിതി ഇത്തരം വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ സമിതിയുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പെഗാസസ് വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു മറുപടി പറയേണ്ടി വരും. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ പെഗാസസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ആരെയൊക്കെ അല്ലെങ്കിൽ രാജ്യത്തെ ഏതൊക്കെ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്തി എന്നതടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് സമിതിക്ക് മുന്നിൽ പറയേണ്ടി വരും. ഈ സമിതിക്ക് 8 ആഴ്ചയാണ് സമയം നൽകിയിരിക്കുന്നത്. 8 ആഴ്ചക്കകം തന്നെ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറണം. പിന്നീട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് സുപ്രീം കോടതി കടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നാളായിട്ടും പെഗാസസ് സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ എന്നതിൽ പോലും ഒരു മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഓരോ തവണയും രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇനി സമിതിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന് തുറന്നു പറയേണ്ടി വരും. അക്ഷയ. തീർച്ചയായും വിഷ്ണുവാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ള വിധിയുടെ ഭാഗമായി കോടതി നടത്തിയ പരാമർശങ്ങളും ഒപ്പം തന്നെ വിഷ്ണു സൂചിപ്പിച്ച 7 വിഷയങ്ങളാണ് കോടതി പരിശോധിക്കുക. 7 വിഷയങ്ങളുമാണ് ഗ്രാഫിക്സിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി സ്വയം മേൽനോട്ടത്തിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. കോടതിക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാനാകില്ലെന്നും ഒപ്പം തന്നെ ദേശസുരക്ഷയുടെ പേരിൽ എപ്പോഴും കേന്ദ്രത്തിന് രക്ഷപ്പെടാനാകില്ല എന്നും ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. സുപ്രീം കോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിധി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്, ദേശസുരക്ഷയുടെ പേരിൽ സർക്കാർ നടത്തുന്ന കാപട്യത്തിനേറ്റ തിരിച്ചടിയെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പെഗാസസ് വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി വളരെ നിർണായകമാണ്, സുപ്രധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഉതകുന്ന ഒരു വിധി പ്രസ്താവമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. ഈ വിധിക്ക് പല മുഖങ്ങളുണ്ട്, തലങ്ങളുണ്ട്. ഒന്ന്, സ്വകാര്യത എന്ന് പറയുന്നത് പൗരൻ്റെ മൗലിക അവകാശമാണെന്ന മുൻ സുപ്രീം കോടതി വിധിയെ കുറച്ചും കൂടി തേച്ചു മിനുക്കുന്നതാണ് ഈ വിധി പ്രസ്താവം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശസ്നേഹവും ദേശസുരക്ഷയും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കവചമാക്കി വെച്ചുകൊണ്ട് പൗരൻ്റെ പൗരാവകാശത്തിന് മേൽ കടന്നാക്രമണം നടത്തുക എന്നുള്ള ഒരു ഭരണകൂടത്തിൻ്റെ രീതിക്കെതിരെയുള്ള വലിയൊരു വിധി പ്രസ്താവമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. മാത്രവുമല്ല, ഈ പെഗാസസ് വിഷയത്തിൽ ഇന്നേ വരെ വ്യക്തമായ സുവ്യക്തമായൊരു നിലപാട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നില്ല. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം മൊത്തത്തിൽ വാഷ് ഔട്ട് ചെയ്തതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വൈമുഖ്യമായിരുന്നു. ഈ വൈമുഖ്യത്തിന് മേലാണ് സുപ്രീം കോടതി അടിവരയിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ വിചാരണ ഘട്ടത്തിൽ പോലും ഒരു തവണ പോലും വ്യക്തമായൊരു സ്ഫുടമായൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇക്കാര്യം അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിദഗ്ധ സമിതിയുടെ സാന്നിധ്യവും ഈ സമിതിക്കുണ്ട്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമിതിക്ക് ഏത് വ്യക്തിയെപ്പോലും വിളിച്ചു വരുത്താനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വർഷങ്ങളായി നമ്മുടെ മൗലികാവകാശത്തിന് മേൽ കടന്നുകയറ്റം നടത്തുന്ന ഭരണകൂടത്തിന് ഒരു തരത്തിലുമുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നടത്താനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് സുപ്രീം കോടതി വിധിയിലൂടെ ഒരുപക്ഷെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേവലപരമായിട്ടുള്ള ഒരു ചാരപ്രവൃത്തിയോ അതല്ലെങ്കിൽ ചോർത്തലോ അല്ല. പെഗാസസ് എന്നുള്ളത് ഒരു സൈബർ വെയറാണ്, ഒരു സൈബർ വെപ്പണാണ്. ഇസ്രയേൽ ഡിഫൻസും ഇന്ത്യൻ ഡിഫൻസും ഇതിനെ ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു ആയുധം സ്വന്തം പൗരന്മാർക്കെതിരെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല,
ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്തംഭങ്ങൾ സ്തൂപങ്ങൾ എന്ന് പറയുന്ന എല്ലാ തലങ്ങളെയും നിർവീര്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ആയുധ പ്രയോഗമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. സുപ്രീം കോടതി ജഡ്ജിമാർ, ഉദ്യോഗസ്ഥന്മാർ, സൈനിക മേധാവികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, നിർമ്മാതാക്കൾ, എന്തിനേറെ അതിർത്തി കാക്കുന്ന സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെ പോലും ഈ പെഗാസസ് ആയുധ ഉപയോഗത്തിന് ഇരയാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വശം, ഈ പെഗാസസ് സൈബർവെയർ ഉപയോഗിച്ചോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് ലഭിക്കണം. ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഒരു പെഗാസസ് എന്നുള്ള ആയുധം ഉപയോഗിക്കപ്പെട്ടോ എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. വളരെ പരിമിതമായിട്ടുള്ള ഫോണുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഇനി ഈ സമിതി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ, പ്രസ്താവന എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. എത്ര രൂപയാണ് ഇതിനു വേണ്ടി മുടക്കിയത്, ആരൊക്കെയാണ് ഈ പട്ടികയിൽ വന്നത്, ഇതിൽ ഭീകരന്മാരാണോ വന്നത്, അതെയോ നിഷ്കളങ്കരായിട്ടുള്ള പൗരന്മാരാണോ വന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ സമിതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. 7 പരിഗണനാ വിഷയങ്ങളാണ് വിശാലമായിട്ട് സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് പോകാൻ കൂടി ഈ പറയുന്ന സമിതിക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തുകൊണ്ടും ജനാധിപത്യ പ്രക്രിയയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിപ്രസ്താവമായിട്ട് വേണം ഇതിനെ കാണാൻ. പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദീകരണം കിട്ടാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സുപ്രീം കോടതിയിൽ റിട്ടുമായി പോയത്. ആ റിട്ടുമായി പോയതിന് 2 കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഞാനൊരു മാധ്യമപ്രവർത്തകനും കൂടിയാണ്. ഈ പെഗാസസ് ആയുധം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ നിർവീര്യമാക്കപ്പെടുന്നത് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ്. ജനാധിപത്യത്തിൻ്റെ 4ാം നെടുന്തൂണെന്ന് വിശേഷിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തനം അസ്ഥിരപ്പെടുന്ന, നിർവീര്യമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൂടി കണക്കിലെടുത്താണ് ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് നിർണായക തീരുമാനവുമായി സുപ്രീം കോടതി മേൽനോട്ട സമിതി. മുല്ലപ്പെരിയാറിൽ 137 അടി ജലനിരപ്പ് മതിയെന്ന് മേൽനോട്ട സമിതി സുപ്രീം കോടതിയെ അറിയിക്കും. അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് ഉച്ചയ്ക്ക് പരിഗണിക്കും. ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. അതേസമയം മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2300 ഘനയടിയായി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 137.6 അടിയായി തുടരുകയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുൻകരുതലുകളുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം. പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ റേഞ്ചുകൾ കേന്ദ്രീകരിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ
പെഗാസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി. ഫോൺ ചോർത്തൽ അന്വേഷിക്കാൻ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് RV രവീന്ദ്രൻ അധ്യക്ഷനായ 6 അംഗ സമിതി 3 അംഗ മേൽനോട്ട സമിതിയും 3 അംഗ വിദഗ്ധ സമിതിയെയുമാണ് നിയോഗിച്ചത്. കേസിൽ കേന്ദ്ര സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്ര സർക്കാർ സമിതി രൂപീകരിക്കാമെന്ന ആവശ്യം കോടതി തള്ളി. ദേശസുരക്ഷയുടെ പേരിൽ കേന്ദ്രത്തിന് ഒളിച്ചുകളി നടത്താനാവില്ലെന്ന് കോടതി. വിഷയത്തിൽ കേന്ദ്രത്തിന് വ്യക്തമായ അഭിപ്രായമില്ലെന്നും കോടതി 8 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കണം. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം, ഒപ്പം കേന്ദ്രത്തിനേറ്റ കനത്ത പ്രഹരമൊക്കെയാണ് ഇന്നത്തെ പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിധി എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഒരു 6 അംഗ സമിതിയെ കോടതി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? ഇവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുക? അക്ഷയ, കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അവരുടെ മേൽനോട്ടത്തിൽ തന്നെ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ വിദഗ്ധ സമിതിയും 3 അംഗ സാങ്കേതിക സമിതിയെയുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചത്. ഈ സമിതി 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജി RV രവീന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള വിദഗ്ധ സമിതിക്കാണ് സുപ്രീം കോടതി രൂപം നൽകിയത്. ഈ വിദഗ്ധ സമിതിയിൽ മുൻ മേധാവി അലോക് ജോഷി, സന്ദീപ് ഒബ്രോയ് എന്നിവരാണ് അംഗങ്ങളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാങ്കേതിക സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത് അമൃത വിശ്വവിദ്യാപീഠത്തിലെ പ്രൊഫസർ ഡോക്ടർ P പ്രഭാകരൻ, ഗുജറാത്തിലെ നാഷണൽ ഫോറൻസിക് സർവകലാശാല പ്രൊഫസർ ഡോക്ടർ നവീൻ കുമാർ ചൗധരി, മുംബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അശ്വിൻ അനിൽ ഗുമസ്തെ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഈ സമിതിയാണ് 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 7 വിഷയങ്ങളായിരിക്കും സമിതി പരിശോധിക്കുക. ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പെഗാസസ് സോഫ്റ്റ്വെയർ ഫോണുകളിലോ മറ്റു ഉപകരണങ്ങളിലോ ഉപയോഗിച്ചോ, ഫോൺ ചോർത്തലിന് ഇരയായ ആളുകൾ ആരൊക്കെ, പെഗാസസ് ഉപയോഗിച്ചുള്ള 2019 വാട്സ്ആപ്പ് ഹാക്കിങ്ങിന് ശേഷം കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സർക്കാർ ഏജൻസികളോ പൗരന്മാർക്കെതിരെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും സർക്കാർ ഏജൻസി പൗരന്മാർക്കെതിരെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പെഗാസസ് ഉപയോഗിച്ചത്, ഏതെങ്കിലും സ്വകാര്യ വ്യക്തി ഇന്ത്യൻ പൗരന്മാർക്കെതിരെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഇതിന് ആ വ്യക്തിയെ ചുമതലപ്പെടുത്തിയത് ആരാണ്, സമിതിക്ക് ശരിയെന്ന് തോന്നുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും പരിഗണനാ വിഷയമായി ഉൾപ്പെടുത്താം. ഈ 7 കാര്യങ്ങളാണ് സമിതി പരിശോധിക്കുക എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി ഇത്തരം വിഷയങ്ങൾ സമിതി പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായി തന്നെ ഒരു മറുപടി പറയേണ്ടി വരും. കാരണം ഇത്രയും നാളും കേന്ദ്ര സർക്കാർ പെഗാസസ് വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു ഒളിച്ചുകളി നടത്തിയിരുന്നു. എന്നാൽ ഇനി അത്തരത്തിൽ ഒളിച്ചുകളി നടത്താൻ കഴിയുകയില്ല. കൃത്യമായി തന്നെ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയൊക്കെ ഫോണുകളാണ് ഇത്തരത്തിൽ ചോർത്തിയത് എന്നതടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ സമിതിക്ക് മുന്നിൽ പറയേണ്ടി വരും. പിന്നീട് ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതി തുടർ നടപടികളിലേക്ക് നീങ്ങുക. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് നടത്തുന്ന ചോർത്തലുകൾ, സ്വകാര്യതയ്ക്ക് മുകളിലേക്കുള്ള ആക്രമണങ്ങൾ അനുവദിക്കാൻ കഴിയുകയില്ല. കോടതിക്ക് ഒരു മൂകസാക്ഷിയെ നോക്കി നിൽക്കാൻ കഴിയുകയില്ല. കേന്ദ്ര സർക്കാർ എല്ലാ അർത്ഥത്തിലും സമിതിയുമായി സഹകരിക്കണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇന്ന് ഉത്തരവിൽ സുപ്രീം കോടതിയെ പറഞ്ഞിരിക്കുന്നത്. അക്ഷയ. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകുന്നത്. സ്വകാര്യതയെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ബാധിച്ചെന്ന ആരോപണം പരിശോധിക്കപ്പെടേണ്ടതെന്ന് കോടതി. ആരോപണം പൗരസമൂഹത്തിൽ ഉയർത്തിയ ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ ഈ ആരോപണത്തിന് നൽകിയ ഗൗരവ സ്വഭാവം, ഒപ്പം കേന്ദ്ര സംസ്ഥാനങ്ങൾ ഇതിൽ ഈ ആരോപണത്തിൽ കക്ഷി ചേർന്നതിനാൽ തന്നെയാണ് ഇത്രയും ഗൗരവമായ രീതിയിൽ തന്നെ കോടതി ഈ വിഷയത്തെ പരിഗണിക്കുകയും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിവേഗം തന്നെ അന്വേഷണം നടത്തണമെന്നും 8 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ വിധി ഉത്തരവിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന ജോൺ ബ്രിട്ടാസ് MP. വിധി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്, ദേശസുരക്ഷയുടെ പേരിൽ സർക്കാർ നടത്തുന്ന കാപട്യത്തിനേറ്റ തിരിച്ചടിയെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പെഗാസസ് വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി വളരെ നിർണായകമാണ്, സുപ്രധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഉതകുന്ന
ഒരു വിധി പ്രസ്താവമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. ഈ വിധിക്ക് പല മുഖങ്ങളുണ്ട്, തലങ്ങളുണ്ട്. ഒന്ന്, സ്വകാര്യത എന്ന് പറയുന്നത് പൗരൻ്റെ മൗലിക അവകാശമാണെന്ന മുൻ സുപ്രീം കോടതി വിധിയെ കുറച്ചും കൂടി തേച്ചു മിനുക്കുന്നതാണ് ഈ വിധി പ്രസ്താവം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശസ്നേഹവും ദേശസുരക്ഷയും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കവചമാക്കി വെച്ചുകൊണ്ട് പൗരൻ്റെ പൗരാവകാശത്തിന് മേൽ കടന്നാക്രമണം നടത്തുക എന്നുള്ള ഒരു ഭരണകൂടത്തിൻ്റെ രീതിക്കെതിരെയുള്ള വലിയൊരു വിധി പ്രസ്താവമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി. മാത്രവുമല്ല, ഈ പെഗാസസ് വിഷയത്തിൽ ഇന്നേ വരെ വ്യക്തമായ സുവ്യക്തമായൊരു നിലപാട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നില്ല. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം മൊത്തത്തിൽ വാഷ് ഔട്ട് ചെയ്തതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വൈമുഖ്യമായിരുന്നു. ഈ വൈമുഖ്യത്തിന് മേലാണ് സുപ്രീം കോടതി അടിവരയിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ വിചാരണ ഘട്ടത്തിൽ പോലും ഒരു തവണ പോലും വ്യക്തമായൊരു സ്ഫുടമായൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇക്കാര്യം അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിദഗ്ധ സമിതിയുടെ സാന്നിധ്യവും ഈ സമിതിക്കുണ്ട്. മാത്രമല്ല, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമിതിക്ക് ഏത് വ്യക്തിയെപ്പോലും വിളിച്ചു വരുത്താനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വർഷങ്ങളായി നമ്മുടെ മൗലികാവകാശത്തിന് മേൽ കടന്നുകയറ്റം നടത്തുന്ന ഭരണകൂടത്തിന് ഒരു തരത്തിലുമുള്ള ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നടത്താനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് സുപ്രീം കോടതി വിധിയിലൂടെ ഒരുപക്ഷെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേവലപരമായിട്ടുള്ള ഒരു ചാരപ്രവൃത്തിയോ അതല്ലെങ്കിൽ ചോർത്തലോ അല്ല. പെഗാസസ് എന്നുള്ളത് ഒരു സൈബർ വെയറാണ്, ഒരു സൈബർ വെപ്പണാണ്. ഇസ്രയേൽ ഡിഫൻസും ഇന്ത്യൻ ഡിഫൻസും ഇതിനെ ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു ആയുധം സ്വന്തം പൗരന്മാർക്കെതിരെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്തംഭങ്ങൾ സ്തൂപങ്ങളെന്ന് പറയുന്ന എല്ലാ തലങ്ങളെയും നിർവീര്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ആയുധ പ്രയോഗമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. സുപ്രീം കോടതി ജഡ്ജിമാർ, ഉദ്യോഗസ്ഥന്മാർ, സൈനിക മേധാവികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, നിർമ്മാതാക്കൾ, എന്തിനേറെ അതിർത്തി കാക്കുന്ന സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെ പോലും ഈ പെഗാസസ് ആയുധ ഉപയോഗത്തിന് ഇരയാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വശം, ഈ പെഗാസസ് സൈബർ വെയർ ഉപയോഗിച്ചോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് ലഭിക്കണം. ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഒരു പെഗാസസ് എന്നുള്ള ആയുധം ഉപയോഗിക്കപ്പെട്ടോ എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. വളരെ പരിമിതമായിട്ടുള്ള ഫോണുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഇനി ഈ സമിതി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ, പ്രസ്താവന എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. എത്ര രൂപയാണ് ഇതിനു വേണ്ടി മുടക്കിയത്, ആരൊക്കെയാണ് ഈ പട്ടികയിൽ വന്നത്, ഇതിൽ ഭീകരന്മാരാണോ വന്നത്, അതെയോ നിഷ്കളങ്കരായിട്ടുള്ള പൗരന്മാരാണോ വന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ സമിതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. 7 പരിഗണനാ വിഷയങ്ങളാണ് വിശാലമായിട്ട് സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് പോകാൻ കൂടി ഈ പറയുന്ന സമിതിക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തുകൊണ്ടും ജനാധിപത്യ പ്രക്രിയയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിപ്രസ്താവമായിട്ട് വേണം ഇതിനെ കാണാൻ. പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദീകരണം കിട്ടാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സുപ്രീം കോടതിയിൽ റിട്ടുമായി പോയത്. ആ റിട്ടുമായി പോയതിന് 2 കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഞാനൊരു മാധ്യമപ്രവർത്തകനും കൂടിയാണ്. ഈ പെഗാസസ് ആയുധം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ നിർവീര്യമാക്കപ്പെടുന്നത് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ്. ജനാധിപത്യത്തിൻ്റെ 4ാം നെടുന്തൂണെന്ന് വിശേഷിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തനം അസ്ഥിരപ്പെടുന്ന, നിർവീര്യമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൂടി കണക്കിലെടുത്താണ് ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് നിർണായക തീരുമാനവുമായി സുപ്രീം കോടതി മേൽനോട്ട സമിതി. മുല്ലപ്പെരിയാറിൽ 137 അടി ജലനിരപ്പ് മതിയെന്ന് മേൽനോട്ട സമിതി സുപ്രീം കോടതിയെ അറിയിക്കും.
അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഉച്ചയ്ക്ക് പരിഗണിക്കും. ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. അതേസമയം മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2300 ഘനയടിയായി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 137.6 അടിയായി തുടരുകയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുൻകരുതലുകളുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം. പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ റേഞ്ചുകൾ കേന്ദ്രീകരിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. തേക്കടി കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശീലനം ലഭിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് 138 അടിയിലേക്കാണ് ഉയരുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിനുള്ള അക്കാദമിക് മാർഗരേഖ പ്രകാശനം ചെയ്തു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പഠിപ്പിക്കേണ്ട പാഠഭാഗം സംബന്ധിച്ച് സ്കൂൾ തുറന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതാത് സ്കൂളിന്റെ സാധ്യതയ്ക്കനുസരിച്ച് സ്കൂളുകൾക്ക് പ്രവർത്തന സമയം തീരുമാനിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കുട്ടികളെ മനസ്സിലാക്കി അവരെ പഠനത്തിൻ്റെ പൊതുധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം. മുഴുവൻ കുട്ടികളെയും സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ദൗത്യം. പുതിയ കാലത്തിനായി അധ്യാപകർ സജ്ജമാക്കുക. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വിദ്യാലയങ്ങൾ ആരംഭിക്കുമ്പോൾ അധ്യാപകർ സജ്ജമാകേണ്ടതുണ്ട്. കുട്ടികളെ മനസ്സിലാക്കുവാനും രക്ഷിതാവുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും കുട്ടികളുടെ ഗൃഹസന്ദർശനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തി വികസനം നേടുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ജലാശയങ്ങളിൽ കയ്യേറ്റം അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചോദ്യോത്തരവേളയിലാണ് വികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലുമുള്ള സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. വികസനം നാടിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇവിടെ വികസനം നമ്മുടെ നാടിന് ഒഴിച്ചുകൂടാത്തതാണ്. അപ്പോൾ വികസനത്തിൽ ഊന്നി നിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതേസമയം പരിസ്ഥിതി സംരക്ഷണം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം കൃത്യമായി ഉറപ്പുവരുത്തി അതിലൂടെ വികസനം നേടാനാവുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർ, ഇക്കാര്യത്തിൽ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കൽ വളരെ പ്രധാനമാണ്. ജനങ്ങളാകെ അതിൻ്റെ ഭാഗമായി മാറേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. തോടുകൾ, കിണറുകൾ, കുളങ്ങൾ എന്നിവ കൃത്യമായി അടയാളപ്പെടുത്തും. കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം അതിവേഗം നൽകും. അപേക്ഷ ലഭിച്ച് 100 മണിക്കൂറിനകം പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ശരാശരി 22 ദിവസമാണ് അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിവരുന്ന സമയം. ഉന്നതതല യോഗത്തിലെടുക്കുന്ന തീരുമാനം വരെ നടപ്പിലാക്കുന്നതിന് വീണ്ടും ഫയൽ താഴെത്തട്ടിലേക്ക് പോകുന്ന രീതി അവസാനിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിലെ സോണൽ ഓഫീസുകളിലെ നികുതി വെട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 13 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. നികുതിദായകരുടെ നയാ പൈസ പോലും നഷ്ടമാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ. തിരുവനന്തപുരം നഗരസഭയിലെ നേമം, ശ്രീകാര്യം, ആറ്റിപ്പറ സോണൽ ഓഫീസുകളിൽ നടന്ന നികുതി വെട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ അറിയിച്ചു. 4 ഉദ്യോഗസ്ഥരെ ഇതിനകം സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. 13 പേരെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ നടപടിയെടുക്കാതിരിക്കുന്ന ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉദിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റും നഗരസഭയും മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരാളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. പണം തിരിമറി നടത്തിയവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ മന്ത്രി നികുതിദായകർക്ക് ആശങ്ക വേണ്ടെന്നും നികുതിദായകർക്ക് ഒരു നയാ പൈസ പോലും നഷ്ടമാകില്ലെന്നും വ്യക്തമാക്കി. നികുതിദായകർക്ക് ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടുത്താൻ ഈ ഗവൺമെന്റോ നഗരസഭയോ തയ്യാറാകില്ല എന്ന് മാത്രമല്ല, അവരുടെ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടിയും ഇപ്പോൾ തന്നെ നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട്. നഗരസഭ ഇനി എന്തെങ്കിലും ആ കാര്യത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശവും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം LSGD സെക്രട്ടറിയെ കൊണ്ട് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. LSGD സെക്രട്ടറിയെ കൊണ്ടെങ്കിലും
ഈ കോർപ്പറേഷനിൽ നടക്കുന്ന ഈ പരാതികളെക്കുറിച്ച് ഒരു അന്വേഷണം ഏർപ്പെടുത്താൻ എന്താ ഗവൺമെന്റ് ബുദ്ധിമുട്ട്? ഒരു അന്വേഷണം LSTD സെക്രട്ടറി ഒന്ന് അന്വേഷിക്കട്ടെ ഈ കാര്യങ്ങളെക്കുറിച്ച്, അതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. അതേസമയം BJPയുടെ സമര ആഭാസത്തിനൊപ്പം കോൺഗ്രസ് നിന്നുകൊടുക്കരുതെന്ന് പറഞ്ഞ മന്ത്രി മേയർക്കെതിരായ വ്യക്തിപരമായ കടന്നാക്രമണങ്ങളെയും വിമർശിച്ചു. അങ്ങനെ വ്യക്തിപരമായി തേജോവധം ചെയ്താൽ ഉരുകിപ്പോകുന്ന വെണ്ണയൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരം മേയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മാവേലി സ്റ്റോറുകൾ വഴി വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ ആധുനികവൽക്കരിക്കും. 500 സപ്ലൈകോ യൂണിറ്റുകൾ കൂടി 2022 ഓൺലൈൻ വിപണനത്തിന് സജ്ജമാകും. KSRTC ബസ്സുകൾ രൂപം മാറ്റി മൊബൈൽ മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രിയ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങളല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ മാവേലി സ്റ്റോറുകളെ സംബന്ധിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ്. കിറ്റ് വിതരണം ചെയ്ത സമയത്ത് സാധാരണക്കാർക്ക് സംബന്ധിച്ച് അതിൽ ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടിയപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റോറുകളിലെ വിൽപ്പനയിൽ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വാതിൽപ്പടി വിതരണം നടപ്പിലാക്കുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടപടികൾ പൂർത്തിയായി വരികയാണ്. 2022 മാർച്ചോടുകൂടി 500 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ വഴി ഓൺലൈൻ വ്യാപാരം ശക്തമാക്കാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. KSRTC ബസ്സുകൾ രൂപമാറ്റം വരുത്തി മൊബൈൽ മാവേലി യൂണിറ്റുകളാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി രൂപപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഒക്ടോബർ 31 വരെ വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. KCBയുടെ 6 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൽ നിർമ്മിക്കുന്ന റോഡുകളുടെ വശങ്ങളിൽ കരാറുകാരന്റെയും ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥന്റെയും നമ്പറുകൾ പരസ്യപ്പെടുത്താമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നിർമ്മാണ പരിപാലന കരാർ അനുസരിച്ച് നിർമ്മിച്ച റോഡുകളുടെ പരിപാലനം ഉറപ്പുവരുത്തും. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് ബാധ്യതപ്പെട്ട കരാറുകാരനോ ഉദ്യോഗസ്ഥനോ വീഴ്ച വരുത്തിയാൽ ജനങ്ങൾക്ക് പരാതിപ്പെടാൻ സാഹചര്യമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പണിത റോഡുകൾ, പ്രവൃത്തി പൂർത്തീകരിച്ച റോഡുകൾ തകരാറാകുമ്പോൾ അത് ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൽ പെടുന്നതാണെങ്കിൽ കരാറുകാർ അതിൻ്റെ പ്രവൃത്തി നടത്തണം. കേരളത്തിലെ എല്ലാ റോഡുകളിലെയും ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൻ്റെ കാലാവധി ജനങ്ങൾ അറിയണം. ഓരോ റോഡിൻ്റെയും കുഴി വരുന്ന സമയത്ത് ഇത് DLPക്കകത്ത് വരുന്ന കാലാവധിയിലാണോ ഈ റോഡിൻ്റെ കുഴികളുള്ളത്? അങ്ങനെയാണെങ്കിൽ ആരാണ് കരാറുകാരൻ? ആ കരാറുകാരൻ എന്തുകൊണ്ട് ഇതിൻ്റെ കുഴി അടക്കുന്നില്ല? ആരാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ? ഈ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ഈ കുഴി അടപ്പിക്കാനുള്ള പ്രവൃത്തി നടത്തുന്നില്ല എന്ന് ജനം അറിയണം. അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ റോഡുകളുടെയും DLP കാലാവധിയും കരാറുകാരൻ്റെ പേരും ഉദ്യോഗസ്ഥൻ്റെ പേരും കരാറുകാരൻ്റെ ഫോൺ നമ്പറും ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോരാട്ടത്തിന്റെ വീരസ്മരണയിൽ വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല, നമ്മൾ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിന്റെ 75ാം വാർഷികമാണിന്ന്. ജന്മിമാർ നടത്തിയിരുന്ന ഭീകരമായ അടിച്ചമർത്തലുകൾക്കെതിരെയും തിരുവിതാംകൂർ ദിവാന്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെയും ഉത്തരവാദിത്ത ഭരണത്തിനായി കൃഷിക്കാരും തൊഴിലാളികളും നടത്തിയ ചെറുത്തുനിൽപ്പായിരുന്നു പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പുന്നപ്ര വയലാർ സമരത്തിന് എതിരായിരുന്നു എന്ന ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ ഡോക്ടർ KN ഗണേഷ്. പഴയ തിരുവിതാംകൂറിലെ 2 ഗ്രാമങ്ങൾ കേരളത്തിൻ്റെ വിപ്ലവ പോരാട്ടത്തിൻ്റെ ഏടിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളായി പരിണമിച്ചിട്ട് 75 വയസ്സ് തികയുന്നു. ലോകത്ത് എവിടെയുമുള്ള വിപ്ലവകാരികളുടെയും ഹൃദയവികാരമായി പുന്നപ്ര വയലാർ എന്ന സ്ഥലനാമങ്ങൾ മാറിയതിനു പിന്നിൽ ചൊരിമണലിൽ കലർന്ന തൊഴിലാളികളുടെ ചോരയുടെ കഥ പറയാനുണ്ട്. പുന്നപ്രയും വയലാറും എന്ന 2 ഗ്രാമങ്ങൾ ഭൂപ്രദേശങ്ങളിലെ അകലം പോലുമില്ലാതെ അടുത്തു നിൽക്കുന്നതും ചോര കൊണ്ടെഴുതിയ തൊഴിലാളി ചരിത്ര പോരാട്ടത്തിൻ്റെ ജ്വലനം കൊണ്ടുതന്നെ. ജമ്മിമാർ നടത്തിയിരുന്ന ഭീമമായ അടിച്ചമർത്തലുകൾക്കെതിരെയും തിരുവിതാംകൂർ ദിവാന്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെയും ഉത്തരവാദിത്വ ഭരണത്തിനായി കൃഷിക്കാരും തൊഴിലാളികളും നടത്തിയ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഈ പ്രതിഷേധത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്നിരുന്നത് ആലപ്പുഴയിലെ തൊഴിലാളി വർഗമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കയർ മുതലാളിമാർക്കെതിരായിട്ട് അവരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങൾ സാധിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ജനാധിപത്യ ഭരണകൂടം
ഒരു സ്വതന്ത്ര ഇന്ത്യയിലുള്ള ജനാധിപത്യ ഭരണകൂടം നാടുവാഴിത്തത്തിൻ്റെ വന്ധ്യം എന്ന് പറയുന്ന അനിവാര്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ദിവാഞ്ചി ഭരണം അവസാനിപ്പിക്കുക എന്ന് പറയുന്നൊരു മുദ്രാവാക്യം മറ്റ് 26 വരുന്ന ആവശ്യങ്ങളോടൊപ്പം തന്നെ അവരെഴുതി ചേർക്കുകയും ഇത്തരത്തിലുള്ളൊരു ഡിമാൻഡ് ചാർട്ടർ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. പറഞ്ഞറിയിക്കാനാവാത്ത ഭീകരമായ പോലീസ് ആക്രമണങ്ങൾക്കാണ് തൊഴിലാളികൾ വിധേയമായത്. നിരവധി പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ സമരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ സമരം അടിച്ചമർത്തപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു. ആ ഒരവസ്ഥ അന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിന് എതിരായിട്ട് അക്കാലത്തെ സമരഭടന്മാർ, തൊഴിലാളികൾ അതിനെ എതിർക്കാനായിട്ട് തീരുമാനിക്കുകയും ചെറുത്തു നിൽക്കാനായിട്ട് തീരുമാനിക്കുകയും ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി പുന്നപ്ര വെച്ചിട്ട് മറ്റേ വേലായുധൻ നാടാർ എന്ന് വിളിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വധിക്കപ്പെടുകയും ചെയ്തു. ഇത് ഈ പറയുന്ന സംഭവം അതിക്രൂരമായ രീതിയിലുള്ള ഒരു അടിച്ചമർത്തലിന് പുന്നപ്ര വിധേയം. അങ്ങനെയാണ് പുന്നപ്രയിലെ വെടിവെപ്പ് നടക്കുന്നത്. പുന്നപ്ര മുതൽ തിരുവമ്പാടി വരെയുള്ള പ്രദേശങ്ങൾ മുഴുവനും പൂർണ്ണമായും പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാകുന്നത്. ആ പ്രദേശത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു. പുന്നപ്രയിലും വയലാറിലും നടന്ന ഉശിരൻ ചെറുത്തുനിൽപ്പ് ഒറ്റപ്പെട്ട സംഭവവികാസമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പലതരത്തിലും തീവ്രതയിലും ആഞ്ഞുവീശിയ ജനകീയ സമരങ്ങളുടെ വേലിയേറ്റത്തിൻ്റെ ഭാഗമായിരുന്നു. എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല. കാരണം ഗവൺമെൻറ് പറയുന്ന കണക്ക് ഏതാണ്ട് 500 പേരെന്നാണ്. പക്ഷേ അവിടുത്തെ പ്രാദേശിക നിവാസികളുടെ കണക്ക് ഏതാണ്ട് 3000 മുതൽ 7000 പേര് വരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ളതാണ് കണക്ക്. ഇത്രയും പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നിരവധി കുടുംബങ്ങൾ ആ പ്രദേശത്ത് നാടുവിട്ടുപോയി. ഈ നാടുവിട്ടുപോയ ആളുകൾ കേരളത്തിൽ മുഴുവനും ഏതാണ്ട് ഇടുക്കി, അതുപോലെ തന്നെ പെരിയാർ തീരം, പാലക്കാട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വരെ ഈ അന്ന് പുന്നപ്ര വയലാർ പ്രദേശങ്ങളിൽ നാടുവിട്ടു പോയവർ അവിടെ മുഴുവനും വ്യാപിക്കുകയും പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിൽ ഈ നാടുവിട്ടുപോയവർക്ക് പ്രധാനപ്പെട്ട പങ്ക് അക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തെ ഉന്മൂലനം ചെയ്യുകയാണ് തൻ്റെ ലക്ഷ്യമെന്നു കരുതി ക്രൂര അതിക്രമങ്ങൾ അഴിച്ചുവിട്ട ദിവാനെ പിന്തുണയ്ക്കുകയായിരുന്നു അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നത് ഒരു ചരിത്ര വസ്തുത കൂടിയാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇതിനെ സമരത്തിന് പൂർണ്ണമായും എതിരായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ സമരത്തിൽ പങ്കെടുത്തവരെയൊക്കെ തന്നെ പിൽക്കാലത്തെ തീവ്രവാദികളെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് അവരെ മുഴുവൻ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൊറാൽ, അവരുടെ ആത്മവിശ്വാസം പോലും കെടുത്താനുള്ള ശ്രമം പിൽക്കാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസ്സുകാർ നടത്തി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്,